മഴ കനത്തതോടെ പച്ചക്കറിക്ക് മാത്രമല്ല ഇറച്ചിക്കും മീനിനുമെല്ലാം വില കൂടുകയാണ്. ചിക്കന്റെയും ബീഫിന്റെയും ഒക്കെ വിലയിൽ ഒരാഴ്ചക്കിടെ 40 രൂപയാണ് കൂടിയിരിക്കുന്നത്. ഇത്തരത്തിൽ വില വർദ്ധിച്ചതോടെ ഹോട്ടലുകളിലെ വിഭവങ്ങളുടെ വില വർദ്ധിക്കുകയും വീടുകളുടെ സ്ഥിതിയൊക്കെ ഏറെ മോശമായി വരികയും ചെയ്യുകയാണ്. ഇതോടെ കുട്ടികളിൽ പോഷകാഹാരക്കുറവടക്കമുണ്ടാകുന്നു. ഈ അവസ്ഥകളിലേക്ക് കടന്നു പോകുമ്പോൾ ഇപ്പോഴത്തെ ഏറെ ശ്രദ്ധേയമാവുകയാണ് മീറ്റ് റൈസ് അഥവാ ബീഫ് അരി. പേര് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഇറച്ചിയിട്ടുണ്ടാക്കിയ ചോറ് എന്നാകും പലരും വിചാരിക്കുന്നത്. എന്നാൽ തെറ്റി. എന്നാൽ അങ്ങനെയല്ല. ഇത് തികച്ചും ചെടിയിൽ നിന്ന് വളർന്നു വരുന്ന ഒരു അരിയാഹാരമാണ്. അതായത് വേവിക്കുമ്പോൾ ചോറിനുള്ളിൽ തന്നെ മാംസം വരുന്ന ഒരു തരം അരി. ഈ അരി ചോറ് വെച്ച് കഴിക്കുന്നതിലൂടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീനാണ് ലഭിക്കുന്നത്. സാധാരണ ചോറിനെ അപേക്ഷിച്ച് ഇതിന് രുചി കൂടുതലാണ്. ആഗോള ആവശ്യകത അനുസരിച്ച് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ ബുദ്ധിമുട്ടായതോടെയാണ് ദക്ഷിണ കൊറിയൻ ശാസ്ത്രജ്ഞർ ഇങ്ങനെ ഒരു മീറ്റ് റൈസ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് പച്ചക്കറികൾ അല്ലെങ്കിൽ പയർവർഗ്ഗത്തിലുള്ള ചെടികൾ, മത്സ്യം, മാംസം, മുട്ട, പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ ഭക്ഷണങ്ങളിലൊക്കെയാണ് നമുക്കറിയാം ധാരാളമായി പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുള്ളത്. ഇങ്ങനെ ഭക്ഷണത്തിനായി മൃഗങ്ങളെ കൊന്നൊടുക്കുന്നത് ഒരു പരിധിവരെ തടയാൻ വേണ്ടി ദക്ഷിണ കൊറിയയിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ മാർഗമാണ് ഇങ്ങനൊരു മീറ്റ് റൈസ് എന്നുള്ളത്. അതായത് ഈ മീറ്റ് റൈസിൻ്റെ പ്രത്യേകതകൾ ഇങ്ങനെയാണ്. അതായത് ഭൂമി, കാലാവസ്ഥ, വെള്ളം, അധ്വാനം എന്നിവയെക്കുറിച്ചൊന്നും ആശങ്കപ്പെടാതെ വളർത്താൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് മീറ്റ് റൈസ്. അതായത് ചെടിയുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് എല്ലാ സീസണിലും ഇതിന് സമ്പുഷ്ടമായി തന്നെ വളരാൻ സാധിക്കും. സാധാരണ അരിയെ അപേക്ഷിച്ച് ഇതിന് കട്ടി കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വേവിക്കാൻ കുറച്ച് കൂടുതൽ സമയം വേണ്ടിവരും. എന്നിരുന്നാൽ പോലും പ്രോട്ടീൻ്റെ ഒരു വലിയ കലവറ തന്നെ ഈ മീറ്റ് റൈസിൽ ഉണ്ടെന്നാണ് വ്യക്തമാകുന്നത്. അതായത് ലാബിൽ വളർത്തിയെടുക്കുന്നതാണ് ഈ മീറ്റ് റൈസ് എന്ന് പറയുന്ന ഈ അരി. നല്ല ഗുണമേന്മയുള്ള അരിയിനമാണ് മീറ്റ് റൈസിനെ തിരഞ്ഞെടുക്കുന്നത്. ശേഷം ഇതിനെ ഫിഷ് ജെലാറ്റിൻ പൊതിഞ്ഞും തുടർന്ന് ഈ ധാന്യങ്ങൾ 11 ദിവസം ലാബിനുള്ളിൽ നല്ല വൃത്തിയോടുകൂടി സൂക്ഷിച്ച് പിന്നീട് ചെടിയെ ലാബിനുള്ളിൽ തന്നെ കൃത്രിമമായ രീതിയിൽ വളർത്തി അതിൽ നിന്നും നെല്ല് കൊയ്തെടുത്ത് നല്ല രീതിയിൽ ഈ അരിയെക്കുറിച്ച് ഇവർ പഠനം നടത്തി. ഇതോടെ മീറ്റ് റൈസ് സാധാരണ അരിയേക്കാൾ ഉറച്ചതാണെന്ന് കണ്ടെത്തി. ഇതിൽ പ്രോട്ടീൻ്റെയും കൊഴുപ്പിൻ്റെയും ഒക്കെ അളവ് വളരെ കൂടുതലാണ്. സാധാരണ അരിയേക്കാൾ 8% പ്രോട്ടീനും 7% കൊഴുപ്പുമൊക്കെ ഇതിൽ കൂടുതലാണ്. ഈ അരി സാധാരണ എല്ലാവർക്കും വാങ്ങാൻ കഴിയുമെന്ന് തന്നെ ശാസ്ത്രജ്ഞർ പറയുന്നു. ഇത് വിപണിയിലെത്തുകയാണെങ്കിൽ കിലോയ്ക്ക് $2.23 വരുന്നത്. അതായത് ഇന്ത്യൻ രൂപ അനുസരിച്ച് 185 രൂപയായിരിക്കും കിലോയ്ക്ക് വില വരിക. മറ്റൊന്ന്, മീറ്റ് റൈസ് വെജിറ്റേറിയൻ ആണോ എന്നതായിരിക്കും നിലവിൽ സംശയമുണരുന്നത്. ഹാൻബു ഇനത്തിൽപ്പെട്ട കന്നുകാലികളിൽ നിന്നുള്ള പേശികളാണ് ഗവേഷകർ മീറ്റ് റൈസ് ഉണ്ടാക്കുന്നതിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിനാൽ തന്നെ ഈ അരിയെ വെജിറ്റേറിയൻ ഭക്ഷണമായി കണക്കാക്കാൻ സാധിക്കില്ല. ഈ ഭക്ഷണം ഭാവിയിൽ ഭക്ഷണക്ഷാമം, യുദ്ധത്തിന് പുറപ്പെടുന്ന സൈനികർക്കുള്ള ഭക്ഷണം, ബഹിരാകാശത്ത് പോകുന്നവർക്കായുള്ള ഭക്ഷണമൊക്കെയായി മാറ്റിയേക്കാമെന്നാണ് ഗവേഷകർ പറയുന്നത്. 2030ഓടെ ഈ അരിക്ക് വലിയ രീതിയിൽ പ്രചാരമുണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. മാത്രമല്ല മൃഗങ്ങളിൽ നിന്ന് പടരുന്ന രോഗങ്ങൾ തടയാനും ലാബിൽ വളർത്തി മാംസം കഴിക്കുന്നതിലൂടെ സാധിക്കും. സാധാരണ അരിയെ അപേക്ഷിച്ച് 8% കൂടുതൽ പ്രോട്ടീൻ ഇതിനുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. ഭക്ഷണ സംബന്ധമായ രോഗസാധ്യതകൾ പുതിയ ഉൽപ്പന്നത്തിൽ കുറവാണെന്നും ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു. സാധാരണ ബീഫ് വാങ്ങുന്നതിൻ്റെ 1/7 മാത്രമേ ഇതിന് ചിലവുണ്ടാവുകയുള്ളൂ എന്നും ഗവേഷകർ പറയുകയാണ്. സാധാരണ ബീഫിലൂടെ പുറന്തള്ളപ്പെടുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ 1/8 ഇതിൽ നിന്ന് പുറന്തള്ളപ്പെടൂ എന്നും പരിസ്ഥിതിപരമായി ഗുണകരമെന്നും ഗവേഷകർ പറയുകയാണ്. ഇക്കഴിഞ്ഞ വർഷം ഡേവിസിലെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ നടത്തിയ ഒരു പഠനത്തിൽ സാധാരണ ബീഫിനേക്കാൾ 25 മടങ്ങ് ഹരിതഗ്രഹ വാതകങ്ങൾ ഇവ പുറത്തുവിടുമെന്ന് പറയുന്നു. മനുഷ്യർ മൂലമുള്ള ഹരിതഗ്രഹ വാതകങ്ങളുടെ പുറന്തള്ളൽ 1/3 ഭക്ഷണ മേഖലയിൽ നിന്നാണ്. 17,300 കോടി മെട്രിക് ടൺ ഹരിതഗ്രഹ വാതകങ്ങൾ മേഖലയിൽ നിന്നുണ്ടാകുന്നു എന്നാണ് കണക്ക്. ഇതിൽ 60% മൃഗസ്രോതസ്സിൽ നിന്നുള്ള ഭക്ഷണവുമായി ബന്ധപ്പെട്ടാണ്. ഹാമിങ്ങിന് ഉപയോഗിക്കുന്ന സാധന സാമഗ്രികൾ, ഉപകരണങ്ങൾ, തീറ്റയ്ക്കായുള്ള പുൽമേടുകൾ എന്നിവയെല്ലാം ഹരിതഗ്രഹ വാതക ബഹിർഗമനത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ ഭക്ഷണത്തിൻ്റെയും രുചിയും ആവശ്യമനുസരിച്ചാണ് ഇതിൽ മാറ്റം. പേശികളിൽ നിന്നുള്ള വിത്ത് കോശങ്ങളിൽ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഉൽപ്പന്നത്തിൻ്റെ രുചി കൊഴുപ്പ് വിത്ത് കോശങ്ങൾ കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഉൽപ്പന്നത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ഈ ഉൽപ്പന്നം വിപണിയിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഗവേഷകർ. ഇത് ജനപ്രിയമായ ഒരു ഭക്ഷണ സ്രോതസ്സായി മാറുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ പ്രതീക്ഷയും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.